മക്കളെ, ഇനി നമ്മുടെ നീറ്റ് എക്സാമിൽ 25 ദിവസങ്ങൾ. ഈ 25 ദിവസങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങളിൽ കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രശ്നമാണ്, പഠിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല, എല്ലാം മറന്നു പോയിട്ടുണ്ട്. ആദ്യമെല്ലാം നന്നായിട്ട് പഠിച്ചായിരുന്നു, നല്ലപോലെ തന്നെ ഞാൻ പഠിച്ച എല്ലാ ചാപ്റ്ററുകളും എനിക്കിപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. എക്സാമിനേഷൻ ഹാളിൽ നിന്ന് എനിക്കിതൊക്കെ ഓർക്കാൻ പറ്റുമോ, ഞാൻ ആകെ വല്ലാണ്ടാവുന്നു, അങ്ങനെ ആവുന്നു, ഇങ്ങനെ ആവുന്നു. ഞാൻ പിള്ളേരെ എല്ലാ എക്സാംസിലും നിങ്ങൾ ഇതേപോലെ ഫേസ് ചെയ്തിട്ടില്ലേ? നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തിയേ? നിങ്ങൾ +2 കഴിഞ്ഞിട്ടല്ലേ ഇവിടെ എത്തിയേ? ഓരോ എക്സാം എഴുതുന്ന സമയത്ത് ഇതേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ എന്തിനാ ഇപ്പോഴും ടെൻഷൻ ആവുന്നത്? ഇതേപോലെ തന്നെയല്ലേ നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. കുഞ്ഞുങ്ങളെല്ലാം ഓർമ്മ ഉണ്ടാവും. അതില്ലേ ഈ അവസാന സമയമാകുമ്പോൾ നമ്മൾ ചുമ്മാ ആലോചിച്ച് കൂട്ടിയിട്ട് എന്തൊക്കെയോ ആക്കി തീർക്കുന്നത്. അതിൻ്റെ മെയിൻ പ്രശ്നമേ, ഇന്നലെ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടൊന്ന് കാണണം. അതിലെങ്ങനെയൊക്കെ ഇനി ദിവസങ്ങളിൽ പഠിച്ചു പോകാന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പഠിക്കാതെ പോയതുണ്ടെങ്കിൽ അത് ഈ സമയം തന്നെ ക്ലിയർ ചെയ്യണം കേട്ടോ. ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. ചുമ്മാ ഓരോന്ന് ആലോചിച്ചിട്ട് നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് ഇല്ലാണ്ടാക്കണ്ട. കുറേ കഷ്ടപ്പെട്ടെ നിങ്ങളൊക്കെ നല്ലപോലെ എഫേർട്ട് എടുത്തല്ലേ. പലരും നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലും ഇല്ലല്ലോ. നിങ്ങളായിട്ട് ഇറങ്ങി തിരിച്ചല്ലേ പലരും റിപ്പീറ്റേഴ്സിനൊക്കെ തന്നെ. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തോടു കൂടെ അല്ലേ നിങ്ങൾ പല സ്ഥാപനങ്ങളിലും ജോയിൻ ചെയ്ത്. ചിലപ്പോൾ പാരൻസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഫാമിലിയിൽ നിന്ന് പലരും ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാവും. ഇനി ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ 25 ദിവസം മാത്രമല്ലേ ഉള്ളൂ. ഈ 25 ദിവസത്തിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ പോലെ തന്നെ എല്ലാ കുട്ടികളും, ഇന്നും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എല്ലാ ആളുകളും ഇതേ സെയിം സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആൾക്കാർ തന്നെയാണ് മക്കളെ. അതുകൊണ്ട് ചുമ്മാ ഇനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ ഇനിയും കുറേ ദിവസം ആലോചിക്കാൻ നിന്നാൽ നീറ്റ് എക്സാം നമ്മുടെ കൂടെ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വേഗം തീർക്കുക. അത് തീർത്തതിന് ശേഷം നല്ല കുട്ടികളായിട്ട് പഠിക്കാൻ തുടങ്ങുക. വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ടേ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കുക. ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോഴേ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും കേട്ടോ. എന്താണെന്നറിയോ? അതായത് ആ ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത്രയൊക്കെയുള്ള ഈ ചാപ്റ്ററുകളൊക്കെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ആ മുഴുവൻ ടെക്സ്റ്റ് ബുക്കും പഠിച്ചു തീർക്കും. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ +2 കഴിഞ്ഞ് നിങ്ങൾ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയതായിട്ട് തോന്നുന്നു. 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് തോന്നും. ഒന്നുമില്ല, അത്രയും ഈസി ആയിരിക്കും എക്സാംസൊക്കെ. വെറുതെ ചുമ്മാ ടെൻഷൻ ആവണ്ട, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോയിക്കോ. എല്ലാ ദിവസങ്ങളിലും ഒരു 14-15 മണിക്കൂർ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഉറങ്ങണം കേട്ടോ. 6 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വെറുതെയാവും. നല്ലൊരു ഉറക്കം വേണം. ആ ഉറക്കം അടിപൊളിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം കറക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നല്ല ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടെ പറയട്ടെ. എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഒരു 2 മണി മുതൽ 5:20 വരേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് എക്സാംസ് എടുത്തു. ഓക്കെ, ഒരു പ്രീവിയസ് ഇയറോ ഇനി അതല്ലെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ച് തീർന്നിട്ടില്ല എന്നാണ്, നിങ്ങൾ പഠിച്ച ചാപ്റ്റർ വെച്ചിട്ട് ഒരു എക്സാംസ് എഴുതിക്കൊണ്ടേ ഇരിക്കുക. ആ സമയത്ത് വേറെ ഒന്നിനും മാറ്റി വെക്കരുത്. ഓക്കെ, അപ്പോൾ എക്സാംസ് എടുക്കുക. മാക്സിമം എക്സാംസ് എടുക്കുക. പഠിച്ചൊക്കെ റിവിഷൻ എടുത്തുകൊണ്ടേ ഇരിക്കുക. ടെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവർക്കും തോന്നിയ കാര്യം തന്നെ നിങ്ങൾക്ക് തോന്നുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് ഈ ലോകത്ത് തോന്നുന്ന കാര്യമല്ല. കുഞ്ഞുങ്ങളെ അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല റിസൾട്ടാക്കുക. വരാൻ പോകുന്ന മെയ് 5-ാം തീയതി നിങ്ങളുടെ ദിവസമാക്കി മാറ്റുക. കാണാം, ഞങ്ങളുണ്ടാവും കൂടെ കേട്ടോ. JPs ഉണ്ടാവും, എല്ലാത്തിനും JPസിൻ്റെ ടീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു കൂട്ടം കുട്ടികളെ, ഒരു കൂട്ടം MBBS ഡോക്ടർമാരെ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത JPs നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, റിപ്പീറ്റേഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന അനിയന്മാരും അനിയത്തിമാരും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ JPസിലേക്ക് വിട്ടേക്കണേ നിങ്ങൾ. ഓക്കെ, താങ്ക് യു മക്കളെ. കാണാം, ബൈ.